എല്ലാവർക്കും അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡാറ്റ സ്ട്രക്ചറിൻ്റെ തുടക്കത്തിലുള്ള ഒരു വലിയൊരു പോർഷൻ നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. അതായത് ടൈം കോംപ്ലക്സിറ്റി ഓഫ് എൻ അൽഗോരിതം എന്നുള്ളത്. 4 അൽഗോരിതംസ്, 2 പ്രോബ്ലംസ്, അതിലത്തെ 4 സൊല്യൂഷൻസ് നമ്മൾ അനലൈസ് ചെയ്തു. 2 സെർച്ചിങ്ങിൻ്റെ 2 അൽഗോരിതം, അതേപോലെ സോർട്ടിങ്ങിൻ്റെ 2 അൽഗോരിതം. അപ്പോൾ അതിൽ കോംപ്ലക്സിറ്റി എങ്ങനെയാണ് മെഷർ ചെയ്യുക, എന്തിനാണ് അത് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ നോക്കി. നമ്മൾ ആദ്യം മുതലേ പറയുമ്പോൾ കോംപ്ലക്സിറ്റി ഓഫ് ആൻ അൽഗോരിതം ക്യാൻ ബി മെഷേർഡ് ഇൻ 2 ways എന്ന് പറയാം. അതായത് ടൈം ബേസ് ചെയ്തിട്ടും അതുപോലെ സ്പേസ് ബേസ് ചെയ്തിട്ടും. ടൈം ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി അടുത്തത് സ്പേസിനെ കുറിച്ച് വലിയ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷനൊന്നും പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് സിലബസിലും അത്ര അധികമൊന്നും പറയുന്നില്ല, എങ്കിൽ കൂടി നമുക്കൊന്ന് നോക്കാം. സ്പേസിന് നമുക്ക് അത്ര അധികം കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അതിനെ നമ്മളെപ്പോഴും ഒന്ന് രണ്ടാമനാക്കി വയ്ക്കാറ്. അപ്പോൾ എന്തായാലും വലിയ ഒരേപോലെയുള്ള സൊല്യൂഷൻസ്, വലിയ ടൈം കോംപ്ലക്സിറ്റി വ്യത്യാസമില്ലാത്ത വരുമ്പോൾ നമുക്ക് ടൈം മാറ്റാൻ വേണ്ടിയിട്ട് സ്പേസും കൂടി അനലൈസ് ചെയ്ത് നോക്കാം. എന്തായാലും സ്പേസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒരു അൽഗോരിതത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഉപയോഗിക്കുന്ന വേരിയബിൾസ്, കോൺസ്റ്റൻറ്റ് വാല്യൂസോ ടെമ്പററി വാല്യൂസോ എല്ലാം ആവാം. അപ്പോൾ വേരിയബിൾസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാറ്റഗറി നമുക്കെല്ലാവർക്കും അറിയാം. അതിന് സ്ഥലം വേണം, അല്ലേ? അപ്പോൾ നമുക്ക് CO അല്ലെങ്കിൽ C++, ജാവ പോലെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പറയുമ്പോൾ നിറയെ തരത്തിലുള്ള വേരിയബിൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ഉള്ള വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. നമുക്കറിയാം പ്രൈമറി ഡാറ്റ ടൈപ്സ് ഉണ്ട്, അല്ലെങ്കിൽ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്. ഇൻറ്റിജർ ക്യാരക്ടർ, ബൂളിയൻ എന്നൊക്കെ പറയുന്ന, ഫ്ലോട്ട് തുടങ്ങിയ നിറയെ പ്രൈമറി അല്ലെങ്കിൽ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ഉണ്ട്. അതേപോലെ അത് കൂട്ടിയോജിപ്പിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് ഉണ്ട്. അറേ, സ്ട്രക്ചർ, യൂണിയൻ പോലെയുള്ളത്. പിന്നെ അതേപോലെ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് നമ്മൾ പറയാറുണ്ട്, ടൈപ്പ് ഡെഫ്, ന്യൂം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിലൊക്കെ നമുക്ക് വേരിയബിൾസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് സ്ഥലം, മെമ്മറി ആവശ്യമാണ്. അപ്പോൾ അത് മെമ്മറി കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. രണ്ടാമത്തത് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ. നമുക്കറിയാം, ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പ്രോഗ്രാംസാണ്. പ്രോഗ്രാംസിനെ നമുക്ക് ഫങ്ഷൻസ് ആക്കി പറയാം. ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ പ്യുവർലി ഇൻസ്ട്രക്ഷൻസാണ്. അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷനും നമുക്ക് സ്പേസ് വേണം. മെയിൻ മെമ്മറിയിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുമ്പോൾ നമുക്ക് ആ പ്രോഗ്രാമിനെ നമ്മൾ സെക്കൻഡറിയിൽ നിന്ന് ലോഡ് ചെയ്യണം. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ അൽഗോരിതം ആണ് പറയുന്നതെങ്കിലും പ്രോഗ്രാം എഴുതിയിട്ടില്ല എങ്കിലും നമുക്ക് ഈക്വലൻ്റായിട്ട് നമുക്ക് കണക്കാക്കാം. അൽഗോരിതം ഏകദേശം ഇത്ര സ്പേസ് പ്രോഗ്രാമാക്കി മാറ്റുമ്പോൾ മെമ്മറിയിൽ കൺസ്യൂം ചെയ്യുമെന്ന് നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ നമുക്ക് വേണം, അതിനുള്ള സ്ഥലം നമ്മൾ കണ്ടുപിടിക്കണം. അതേപോലെ എക്സിക്യൂഷൻ ടൈമിൽ ആവശ്യമാകുന്ന എക്സിക്യൂഷൻ ടൈമിൽ മാത്രം ഈ വേരിയബിളും പ്രോഗ്രാം ഇൻസ്ട്രക്ഷനും നമ്മൾ എക്സിക്യൂട്ട് ചെയ്തില്ലെങ്കിലും നമ്മൾ ലോഡ് ചെയ്ത് പ്രൈമറി മെമ്മറിയിൽ ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ബാക്കിയുള്ള എക്സ്ട്രാ സ്പേസ് വേണ്ടിടത്ത് അത് അലോക്കേഷൻ നടക്കുക. ബാക്കിയുള്ളത് വേരിയബിൾസും പ്രോഗ്രാം ഇൻസ്ട്രക്ഷനും മെയിൻ മെമ്മറിയിൽ നമ്മുടെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കും. കുറച്ചും കൂടി ഒന്ന് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ, ഇൻസ്ട്രക്ഷന് വേരിയബിളിൻ്റെ മൂന്നാമത്തെ ഡാറ്റാ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പറഞ്ഞു. അപ്പോൾ വേരിയബിൾസിനും കോൺസ്റ്റൻറ്റിനും വേണ്ടിയിട്ടുള്ള സ്പേസ്, അതെല്ലാം ഏകദേശം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതേപോലെ ഇൻസ്ട്രക്ഷൻ സ്പേസ്. നമുക്ക് ജനറലി നമുക്ക് സ്പേസ് വേണ്ട ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഫിക്സഡ് സൈസ് വേണ്ട, അതായത് ഓൾറെഡി പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള സ്പേസ് ഇത്രയും വേണം എന്ന് കൺസ്യൂം ചെയ്യുന്ന നമുക്ക് ഇൻസ്ട്രക്ഷനും അതേപോലെ വേരിയബിളുമാണുള്ളത്. ഡാറ്റാ സ്പേസ് ആൻഡ് കോഡ് സ്പേസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ സ്പേസ് എന്നുള്ളത് പ്രീ ഡിഫൈൻഡ് ആണ്. നമ്മുടെ അൽഗോരിതം ഇത്ര എണ്ണമേ ഉള്ളൂ, അതിൽ എത്ര വേരിയബിൾസ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് അൽഗോരിതം എഴുതുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, അത് ഫിക്സഡ് ആയിട്ടുള്ള സ്പേസ് ആണ്. ഇനി വേരിയിങ് സ്പേസ് ആണ് അടുത്തത്. അത് എക്സിക്യൂഷൻ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന മെമ്മറി സ്പേസിനെയാണ് നമ്മൾ എക്സിക്യൂഷൻ സമയത്ത് നടക്കുന്നത് അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റൽ സ്റ്റാക്ക് സ്പേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ എൻവിറോൺമെൻറ്റ് നടക്കുന്ന സ്പേസ്. പ്രധാനപ്പെട്ട നമ്മൾ ഒരു ഡാറ്റാ സ്ട്രക്ചറാണ് സ്റ്റാക്ക് എന്നുള്ളത്. ആ സ്റ്റാക്ക് എന്നുള്ള വാക്ക് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമ്മൾ കൂടുതലായിട്ട് സ്റ്റാക്കിനെ പറ്റി പഠിക്കുമ്പോൾ കൂടുതൽ പറഞ്ഞു തരാം.
അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇപ്പോൾ മനസ്സിലാക്കാനുള്ളത് എൻവയോൺമെൻറ്റൽ സ്റ്റാക്ക് എന്താണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നിറയെ ഫങ്ഷൻസ് ഉണ്ടായിരിക്കും ഓരോ പ്രോഗ്രാമിലും. അപ്പോൾ ഈ ഫങ്ഷൻസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ റിക്കേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, പ്രധാനമായിട്ടും റിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഫങ്ഷൻസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ കോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം മനസ്സിലാവാം, ഏകദേശം ഇത്ര സമയം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ ഫങ്ഷൻസ് കുറേ 5-6 ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അതൊക്കെ നമ്മൾ അൽഗോരിതം എഴുതുന്ന സമയത്ത് തന്നെ ഫംഗ്ഷൻ കോളും എഴുതുന്നതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാം ഇത്ര സമയം നമുക്ക് ആവശ്യമാണ് ഓരോ ഫംഗ്ഷനും വർക്ക് ചെയ്യുമ്പോൾ. സമയമല്ല, ഇത്ര സ്പേസ് ആവശ്യമാണെന്നുള്ളത്. ഓരോ ഫംഗ്ഷനും വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ എന്തൊക്കെ സ്പേസാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. എന്നാൽ റിക്കേഷൻ്റെ കേസിൽ പ്രത്യേകിച്ച് നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം റിക്കേഷൻ എന്ന് പറയുന്നത് പ്യൂർലി എത്ര പ്രാവശ്യം വർക്ക് ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായും ആ എക്സിക്യൂഷൻ ടൈമിൽ മാത്രം അറിയുന്ന കാര്യമാണ്. നോർമലി അത് നമ്മൾ ടൈം കോംപ്ലക്സിറ്റി പറയുന്ന പോലെ ടൈം കോംപ്ലക്സിറ്റി നമുക്കറിയാം, അത് ഇൻപുട്ട് സൈസ് അല്ലെങ്കിൽ നേച്ചർ അല്ലെങ്കിൽ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ടൈം കോംപ്ലക്സിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു വേരിയിങ് അല്ലെങ്കിൽ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് നീഡാണ് നമ്മുടെ റിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റിക്കേഷനിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇത്ര പ്രാവശ്യം ആ റിക്കേഷൻ വർക്ക് ചെയ്യുമെന്ന് ഇപ്പോൾ എക്സിക്യൂഷന് മുമ്പേ നമുക്ക് പറയാൻ ഒരിക്കലും സാധിക്കില്ല. എക്സിക്യൂഷൻ സമയത്ത് ഇപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും എടുക്കാറുള്ളൊരു എക്സാമ്പിൾ റിക്കേഷന് വേണ്ടിയിട്ട് ഫാക്ടോറിയൽ കാണാമെന്നുള്ളതാണ്. ഫാക്ടോറിയൽ കാണുമ്പോൾ നമ്മൾ ഫാക്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു വേരിയബിൾ n എന്നോ f എന്നോ ഒക്കെ പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉണ്ടാക്കാറുണ്ട്. ആ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ അവിടെ വാല്യൂ ഒന്നേ ഉള്ളൂ, പക്ഷെ അതിൻ്റെ നേച്ചർ, അതായത് അതിൻ്റെ വലിപ്പം. ഇപ്പോൾ അതായത് അറേ അല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ അതുപോലെ ബൈനറി സെർച്ചും ബബിൾ സോർട്ടും ഒക്കെ ആണെങ്കിൽ അറേ എന്ന് പറഞ്ഞാൽ അറേയുടെ സൈസായിരുന്നു. ഓക്കെ, ഇവിടെ സൈസ് എന്ന് പറയാനില്ല, ഒറ്റ വാല്യൂ ഉള്ളൂ, ഒരു ഇൻറ്റിജർ മാത്രമേ ഉള്ളൂ. ആ ഇൻറ്റിജർ എത്ര വലുതായാലും നമുക്ക് അത് എടുക്കുന്ന സ്പേസ് ഒന്ന് തന്നെയാണ്. കാരണം 2 bytes ആണ്, ഇൻറ്റിജർ ആണെങ്കിൽ 2 bytes ആണ്. ഓക്കെ, അതല്ല ഇവിടെ പ്രധാന പ്രശ്നം. ഇവിടെ അപ്പം നമ്മൾ എന്നിൻ്റെ വാല്യൂ ഫാക്ടോറിയൽ കാണേണ്ട വാല്യൂ 5 ആണെങ്കിൽ ആ ഒരു റിക്കേഷൻ എന്ന് പറയുന്നത് 5 പ്രാവശ്യം വർക്ക് ചെയ്യും. 4-ന് 3-ന് 2-ന് 1-ന് അല്ലേ. അപ്പോൾ 5 ഫാക്ടോറിയൽ എന്നുള്ള റിക്കേഴ്സീവ് ഫംഗ്ഷൻ്റെ 5 കോപ്പീസാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഒന്ന് ഫാക്ടോറിയൽ ഓഫ് 5 കാണാൻ. അപ്പോൾ ഫാക്ടോറിയൽ ഓഫ് 5 കാണണമെങ്കിൽ ഫാക്ടോറിയൽ ഓഫ് 4 കാണണം, 3 കാണണം, 2 കാണണം, 1 കാണണം. ഓക്കെ, അപ്പോൾ ടോട്ടൽ സ്പേസ് റിക്വയർഡ് എന്ന് പറഞ്ഞാൽ 5 എന്നൊരു ഫാക്ടോറിയൽ ഫംഗ്ഷന് 5 എന്നുള്ള വാല്യൂവിൻ്റെ ഫാക്ടോറിയൽ കാണാനാണെങ്കിൽ അത് 5 ആ ഫംഗ്ഷൻ്റെ 5 കോപ്പീസ്. ഓക്കെ, അപ്പോൾ അത്രയും സ്പേസ് 5 ഇൻറ്റു സ്പേസ് റിക്വയർഡ് ബൈ എ സിംഗിൾ കോപ്പി ഓഫ് ദി ഫാക്ടോറിയൽ ഫംഗ്ഷൻ എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ആ വേരിയബിൾ 10 ആണെങ്കിൽ 10 ഇൻറ്റു സൈസ് റിക്വയർഡ് ബൈ സിംഗിൾ കോപ്പി ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയണം. ഓക്കെ, അത് 100 ആണെങ്കിൽ 100 ഇൻറ്റു ആണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ അത് വലുതായി വരികയാണ്. ഓക്കെ, അപ്പോൾ ഇൻപുട്ടിനെ ആശ്രയിച്ചിട്ട് തന്നെയാണ് അവിടെ റിക്കേഷൻ്റെ സമയത്തും അതേപോലെ ചില ഫംഗ്ഷനുകളിലും അതെത്ര സ്പേസ് എടുക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വേരിയിങ് സൈസ് റിക്വയർഡ് ആയിട്ടുള്ള നമ്മുടെ എക്സിക്യൂഷൻ സമയത്ത് മാത്രം നമുക്ക് പറയാൻ പറ്റുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ആണ്. ഓക്കെ, പ്രധാനമായിട്ട് റിക്കേഷനിലാണ് നമുക്ക് പറയാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് സ്പേസ് കോംപ്ലക്സിറ്റിയെ പറ്റി പറയാനുള്ളത്. ആ അൽഗോരിതത്തിൽ ഏതൊക്കെ വേരിയബിൾസ് ഉപയോഗിക്കുന്നു, കോൺസ്റ്റൻ്റ് ആണെങ്കിലും ടെമ്പററി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെങ്കിലും ഏതൊക്കെ വാല്യൂസ് ഉപയോഗിക്കുന്നു, ആ വാല്യൂസ് ഏകദേശം എത്ര സൈസ് അല്ലെങ്കിൽ എത്ര മെമ്മറി കൺസ്യൂം ചെയ്യുന്നത് ഒരു ഇത് നമുക്കെല്ലാം മനസ്സിലാക്കാവുന്ന. ഇൻറ്റിജർ ആണെങ്കിൽ 2 bytes ആണ്, ക്യാരക്ടർ ആണെങ്കിൽ 1 byte ആണ്, അറേ ആണെങ്കിൽ ഇൻറ്റിജർ അറേ ആണെങ്കിൽ 2 ഇൻറ്റു നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സൈസ് ഓഫ് ദി അറേ ആണ്. സ്ട്രക്ചർ ആണെങ്കിൽ ഇത്ര എലമെൻറ്റ്സ് അത് ഇൻഡിവിജ്വലി നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആ രീതിയിൽ വേരിയബിളിൻ്റെ സൈസ് കണ്ടുപിടിക്കാം. പിന്നെ അതേപോലെ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ സൈസ്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ഇൻസ്ട്രക്ഷൻ സൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ സ്റ്റെപ്പ് സൈസ് ഉപയോഗിക്കാം. എത്ര ലെങ്ത് ഉണ്ട്, 10 ലൈനാണോ 15 ലൈനാണോ 20 ലൈനാണോ, അപ്പോൾ അതിനൊക്കെ ഒരു യൂണിറ്റ് സ്പേസ് നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ 10 സ്റ്റെപ്പാണെങ്കിൽ 10 യൂണിറ്റ് മെമ്മറി ആവശ്യമാണ് എന്ന രീതിയിൽ റഫ്ലി നമുക്ക് കണക്കാക്കാം. ഓക്കെ, പിന്നെ നമ്മൾ കണക്കാക്കുന്നത് എൻവയോൺമെൻറ്റൽ സ്റ്റാക്ക് സ്പേസ് ആണ്. അതാണ് ഞാൻ പറയുന്നത്, എക്സിക്യൂഷൻ ടൈമിലാണ് നമ്മളതിൻ്റെ അതായത് വേരിയിങ് ആയിട്ടുള്ളൊരു സ്പേസ് ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് എൻവയോൺമെൻറ്റൽ സ്റ്റാക്ക് സ്പേസ്.
അപ്പോൾ ഇതുപോലെ ഫങ്ഷൻസ് കോളിങ്ങിൽ പ്രത്യേകമായിട്ട് റിക്കേഴ്സീവ് ഫങ്ഷനുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ എഫക്റ്റ് കാണുന്നത്. ഓക്കെ, അത് വേരിയിങ് ആണ്. അത് ഇറ്റ് പ്യുവർലി ഡിപ്പെൻഡ്സ് ഓൺ ദി നാച്ചർ അല്ലെങ്കിൽ മോസ്റ്റ്ലി നാച്ചർ, റെയർലി സൈസ് ഓഫ് ദ ഇൻപുട്ട്. അങ്ങനെയാവാം. നമ്മളിപ്പോൾ എടുത്ത എക്സാമ്പിളിൽ ഫാക്ടോറിയൽ എന്നുള്ളതിൽ സൈസ് പറയാനില്ല, സിംഗിൾ വാല്യൂ മാത്രമേ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ സൈസ് പ്രധാനം അല്ല, കാരണം ഇൻറ്റിജർ വാല്യൂ ആണെങ്കിൽ 2 bytes ആണ് ഏതൊരു ഇൻറ്റിജർ വാല്യൂവിനും. പക്ഷേ അതിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് റിക്കേഴ്സീവ് സ്റ്റെപ്സ്, ഓക്കെ, ആ ഫംഗ്ഷനെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത് കൂടി വരികയാണ്. ഓക്കെ, അതാണ് നമ്മുടെ സ്പേസ് കോംപ്ലക്സിറ്റിയിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ.